വെടിയുണ്ടകളേക്കാൾ വലിയ പ്രഹരശേഷിയുള്ള വാക്കുകൾ അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പശ്ചിമേഷ്യയെ ഗ്രസിച്ച യുദ്ധഭീതി അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. യുദ്ധം അവസാനത്തോടടുക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയാണോ, അതോ ആഗോള ശക്തികളുടെ തന്ത്രപരമായ ഒരു പിന്മാറ്റമാണോ? ലോകത്തിന്റെ ഊർജ്ജഞരമ്പായ ഹോർമുസ് കടലിടുക്കിൽ തിരമാലകൾക്കിപ്പോൾ ചോരയുടെയും എണ്ണയുടെയും ഗന്ധമാണ്. ഇറാനെ സൈനികമായും സാമ്പത്തികമായും തളർത്താൻ അമേരിക്ക നീക്കിയ കരുക്കൾ പിഴയ്ക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ഒരു ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നുമാത്രം: ഈ മഹായുദ്ധത്തിന് വിരാമമാകുമോ? ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഒരു യുദ്ധക്കളമാണ്. രണ്ടാമത്തെ ദിവസവും തുടരുന്ന ഉപരോധം ആഗോള വിപണിയെ തകർത്തെറിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ പെട്രോളിയം കയറ്റുമതിയുടെ 30% കടന്നുപോകുന്ന ഈ നിർണായക പാത അടഞ്ഞതോടെ വികസിത രാജ്യങ്ങൾ പോലും കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇറാന്റെ ചരക്കുനീക്കങ്ങൾ പൂർണ്ണമായും തടഞ്ഞുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ലോകശക്തികൾ പകച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും തടയാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. സമുദ്രവ്യാപാരം നിലച്ചതോടെ വിതരണ ശൃംഖലകൾ തകർന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ആഗോള സമ്പദ്വ്യവസ്ഥ ഒരു വലിയ തകർച്ചയുടെ വക്കിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പ്രകടിപ്പിച്ച പ്രത്യാശ ലോകത്തിനൽപ്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിലെ തന്ത്രം നിഗൂഢമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ വിശ്വസിക്കുന്ന ട്രംപിന് നീണ്ടുനിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന് നന്നായി അറിയാം. അതുകൊണ്ടുതന്നെയാണ് പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായി സ്വീകരിച്ചുകൊണ്ട് ഇറാനുമായി മുഖാമുഖമിരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന രണ്ടാംഘട്ട ചർച്ചകൾ കേവലം ഒരു കൂടിക്കാഴ്ചയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള ഒരു നയതന്ത്ര നീക്കമാണ്. എന്നാൽ ഇറാൻ വഴങ്ങുമോ എന്നതാണ് പ്രധാന ചോദ്യം. തങ്ങളുടെ ആണവാവകാശങ്ങളും ആത്മാഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമാധാനത്തിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ പരമോന്നത നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ തളർത്തുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് ഹോർമുസിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണയും ഇറാന്റെ ആഭ്യന്തരമായ കരുത്തും അവരെ കൂടുതൽ കരുത്തരാക്കി. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ നിലപാട് അറബ് രാജ്യങ്ങളെയും മാറ്റിച്ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ പുതിയ വഴികൾ തേടാൻ അമേരിക്ക നിർബന്ധിതമാകുന്നത് ഇറാന്റെ ഈ പോരാട്ടവീര്യത്തിനു മുന്നിലാണ്. ഉപരോധങ്ങൾ പരാജയപ്പെട്ടയിടത്ത് നയതന്ത്രം വിജയിക്കുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ചർച്ചകളെ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഏഷ്യൻ രാജ്യങ്ങളുടെ വികസനത്തെയും നേരിട്ട് ബാധിക്കും. കടൽ ഇപ്പോഴും കത്തുകയാണ്. ആഗോള വിപണി വിറച്ചു നിൽക്കുന്നു. വരും മണിക്കൂറുകൾ ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ സമയമായിരിക്കും. ട്രംപ് മുന്നോട്ടുവയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ സ്വീകരിക്കുമോ, അതോ അമേരിക്കയുടെ മറ്റൊരു തന്ത്രപരമായ കെണിയാണോ ഇത്? യുദ്ധം അവസാനിക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നീതിയുക്തമായൊരു സമാധാനമാകണം. ഇറാന്റെ കരുത്തിനു മുന്നിൽ ലോകം എപ്രകാരം പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകസമാധാനത്തിന്റെ ഭാവി. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നതിനേക്കാൾ പ്രധാനം മാനവികത തോൽക്കാതിരിക്കുക എന്നതാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ നിന്നുയരുന്ന വാർത്തകൾക്കായി ലോകം കാതോർത്തിരിക്കുന്നു.